ഹായ്, ഫുട്ബോളിൽ പലപ്പോഴും പ്ലേയേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾ കോച്ചിങ്ങിന് പോകേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയർ ആക്കുന്നത് കോച്ചിങ് ആണ്. കാരണം എന്താ അറിയാം, ചിലപ്പോൾ ഒരു പ്ലെയർ നല്ല പ്ലെയർ ആയിരിക്കും, പക്ഷെ അത് കോച്ചിങ് ഒന്നും ഇല്ല, ചിലപ്പോൾ സ്റ്റേറ്റ് കളിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആ പ്ലെയർ ഒരു കോച്ചിങ് ഇല്ലാതെ കേരളത്തിന് വേണ്ടി കളിച്ചു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് തിരിച്ചാണ്. മറിച്ച് ആ പ്ലെയറിന് ഒരു കോച്ചിങ് കിട്ടിയിരുന്നെങ്കിൽ അയാൾ ചിലപ്പോൾ രാജ്യത്തിന് വേണ്ടി കളിച്ചാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. അതായത് ഒരു പ്ലെയറിന്റെ മാക്സിമം എന്താണോ, പീക്ക് പെർഫോമൻസ് എന്താണോ അതിലേക്ക് എത്തിക്കുന്ന ആളാണ് കോച്ച്. പലപ്പോഴും ട്രെയിൻ ചെയ്യാതെ പോകുമ്പോൾ അയാൾ അവിടെ തന്നെ നിൽക്കുന്നു, അയാളുടെ പീക്ക് പെർഫോമൻസിൽ എത്തുന്നില്ല. അപ്പോൾ ഒരു കോച്ചിന്റെ ജോലി ഏതാണ്, അയാളുടെ മാക്സിമം ത്രഷോൾഡിൽ അയാളെ കൊണ്ട് എത്തിക്കുമ്പോഴാണ് അയാൾ നല്ലൊരു കോച്ചായി മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോച്ചിങ് തീർച്ചയായിട്ടും ആവശ്യമാണ്. എല്ലാ പ്ലേയേഴ്സും ഒരു അക്കാഡമിയിൽ അല്ലെങ്കിൽ നല്ല കോച്ചിന് ജോയിൻ ചെയ്താൽ ആ ടെക്നിക്കുകൾ, നല്ല ടെക്നിക്കൽ ഫുട്ബോളിൽ നമ്മൾ അറിയാത്ത ടെക്നിക്കുകൾ പറഞ്ഞു തരും, ടാക്ടിക്സുകൾ പറഞ്ഞു തരും. മറിച്ച് ആ പ്ലെയറിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവനെ ട്രെയിൻ ചെയ്ത് അവന്റെ മാക്സിമം പെർഫോമൻസ് എത്തിക്കും. അതാണ് കോച്ചിങ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ ആലോചിക്കുക, കോച്ചിങ് വേണോ വേണ്ടയോ? തീർച്ചയായിട്ടും ആൻസർ കോച്ചിങ് വേണം. കോച്ചിങ് ഉണ്ടെങ്കിൽ അപ്പം പലപ്പോഴും പല പ്ലേയേഴ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട്, പണ്ട് ഞങ്ങൾ ഒരു കോച്ചിങ് ഇല്ലാതെ ഇത്രയും കളിച്ചത്. പക്ഷെ നമ്മൾ തിരിച്ചാണ് ആലോചിക്കുന്നത്, പണ്ടത്തെ ആ പ്ലേയേഴ്സിന് കോച്ചിങ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവർ ഏത് ലെവലിൽ എത്തുന്നത് നമ്മൾ ആലോചിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഫുട്ബോൾ കോച്ചിങ് ആവശ്യമാണ്. ഫുട്ബോൾ ഇനിയും വ്യത്യസ്ത വീഡിയോ ആണ്. ബൈ.